അത്ലറ്റിക്സിൽ മലപ്പുറത്തിലെ ചാമ്പ്യന്മാരാക്കിയതിൽ നിർണായക പങ്ക് വഹിച്ച കുട്ടികൾ, ചുണക്കുട്ടികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ റിലേ മത്സരങ്ങളിൽ ഇതാ കുതിച്ചു വരികയാണ്. മലപ്പുറം അതിൻ്റെ ആധിപത്യം എടുത്ത് ക്യാപ്റ്റൻ ആവുകയും ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ സ്വർണ്ണ നേട്ടം അത് കൈവരിക്കുകയും ചെയ്തു. എങ്ങനെ തോന്നുന്നു? ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താ വെച്ചാൽ നമ്മളെ ഏട്ടന്മാരുടെ റെക്കോർഡ് തന്നെ ഇരുന്നത് 15 വർഷം മുമ്പേ. അത് നമുക്ക് ആരും കൊടുക്കാൻ പറ്റില്ല, നമുക്ക് എടുക്കാൻ പറ്റി. എനിക്ക് സന്തോഷമുണ്ട്. 4 പേരുടെയും പേരെന്താണ്? ഫസലുൽ ഹക്ക്, സായൂജ്, പ്രേമോജ, അഭിഷേക്. ഇവർ 4 പേര്, എനിക്ക് തോന്നുന്നു 2 പേര് നാവാമുകുന്ദയും 2 പേര് ഐഡിയലുമാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നടാ മത്സരം? ഫസലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മത്സരത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ? ടൈറ്റായിരുന്നു വെച്ചാൽ പാലക്കാടായിരുന്നു ഞങ്ങൾ ടൈറ്റ് ഉണ്ടായി. പക്ഷേ അവരുടെ ബാറ്റിംഗ് എന്തോ ചെറിയൊരു പ്രോബ്ലം കാരണം പിന്നെ ടൈറ്റ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ പിന്നെ ലീഡോട് കൂടി തന്നെ റെക്കോർഡ് കൂടി ഞങ്ങൾ എടുത്തത്. പാലക്കാടിനോട് വെല്ലുവിളി ഏറ്റെടുത്തിട്ട് തന്നെയാണ് ഈ റീലേക്ക് ഞങ്ങൾ ഇറങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 2010 റെക്കോർഡ്, ഒരു 15 വർഷത്തിന് ശേഷം ആ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ഇവർ ഇവിടെ എത്തിയത് എന്നുള്ളതാണ്. ടെൻഷൻ ഉണ്ടായിരുന്നോ? പാലക്കാടാണോ മലപ്പുറമാണോ ഇഞ്ചോടിഞ്ച് എന്നുള്ളൊരു ഇതിലായിരുന്നല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ കോമ്പറ്റ് ചെയ്തപ്പോൾ തന്നെ ഫസലിലേക്ക് നല്ല ഓടും, പിന്നെ സായുജി പറയുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കിട്ടും ഇവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓടി എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? മലയാളം കുറിച്ച് എങ്ങനെയുണ്ടായിരുന്നു മത്സരം? हाँ अच्छा था, बहुत अच्छा था. हाँ और अच्छा कर सकते थे अभी, और अच्छा आगे करेंगे, आगे चल के बहुत अच्छा करेंगे. मेरा उत्तर प्रदेश. യെസ് മാം. ഉത്തർപ്രദേശിൽ നിന്ന് നമ്മുടെ മലപ്പുറത്തെത്തിയ ആളാണ് കേട്ടോ. അപ്പോൾ ഇതാ തകർത്തടിച്ച് മലപ്പുറത്തിന് കിരീടം തന്നെ നേടിക്കൊടുത്ത ആളാണ്. ഇനി എങ്ങനെയുണ്ടായിരുന്നു? ഏതിലായിരുന്നു? ഫസ്റ്റ് ആയിരുന്നു? തേർഡിലായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? തേർഡിലെത്തുമ്പോൾ കുറച്ചുകൂടി അഭിഷേക് നേരത്തെ തന്നെ കൊണ്ട് തന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലീഡൻ തന്നെ ഫസലിനും കൊടുത്തു. എങ്ങനെയായിരുന്നു പരിശീലനമൊക്കെ? എങ്ങനെയായിരുന്നു? ഇന്ന് രാവിലെയാണ് എസ് നോക്കി. ഇന്നലെ വൈകിട്ട് കുറച്ച് നോക്കിയുള്ളൂ. പിന്നെ ഈഡ്സ് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് ഫൈനലി മാറ്റിയെന്ന് മാത്രമല്ല അങ്ങ് റെക്കോർഡോടുകൂടി മാറ്റി എന്നുള്ളതാണ് അല്ലേ? അതാണ് ഇതാ റെക്കോർഡ് നേട്ടവുമായിട്ടാണ് 15 വർഷത്തിന് ശേഷം റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് നമ്മുടെ മലപ്പുറത്തെ ചുണക്കുട്ടികൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ സുനിഷ യല്ലൂർ, റിപ്പോർട്ടർ തിരുവനന്തപുരം.